യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം മുൻ ജില്ലാ പ്രസിഡന്റ് നിലവിൽ KPCC മെമ്പറായിട്ടുള്ള റിയാസ് മുക്കോളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ അങ്ങയുടെ പേര് ചുറ്റിപ്പറ്റി ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കം നടന്നു. CPM നേതാക്കൾ ചർച്ച നടത്തിയെന്നൊക്കെ തന്നെ. എന്താണ് വാസ്തവം? എന്താണ് അക്കാര്യത്തിൽ സംഭവിച്ചത്? ലെവലേശം പോലും ഒരു സത്യമില്ലാത്തൊരു വാർത്തയാണ്. അതെങ്ങനെ ആ വാർത്ത വന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഒരാളാണ്. അന്ന് പരാജയപ്പെട്ടു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഞാൻ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളൊരു വാക്കുണ്ട്. ഈ വരാൻ പോകുന്ന കാലങ്ങളിലൊക്കെ ഈ ജനങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. ഇവിടുത്തെ പറ്റാവുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും നടത്തി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരു വാക്ക് നൽകിയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അന്ന് നടത്തിയത്. പരാജയമാണെങ്കിൽ പോലും ഞാൻ ആ വാക്ക് പാലിക്കുക എന്നൊരു അർത്ഥത്തിൽ ഞാൻ അവിടെ പൂർണ്ണമായി സമയം ചെലവഴിച്ചു. സ്വാഭാവികമായും അങ്ങനെ 5 വർഷം അവിടെ നിന്നതുകൊണ്ടായിരിക്കാം എൻ്റെ പേരും നിരവധി പേരുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ എൻ്റെ പേരും അതിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു പട്ടാമ്പിയിൽ. അപ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥി തീരുമാനം വന്നപ്പോൾ എൻ്റെ പേര് കാണാത്ത ഒരു സമയം വന്നപ്പോൾ അതിൽ നമ്മളെ ചില പഴയകാല ഇടത് സുഹൃത്തുക്കൾ നമ്മളെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കൂടെ മത്സരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ കൂടെ പഠിച്ചവരാണവർ, എൻ്റെ പഴയകാല സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം വെച്ചാണ് അവർ ചോദിക്കുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളോടുള്ള എൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. കോൺഗ്രസ്സിൽ നിലനിന്ന് കോൺഗ്രസ്സിൽ തന്നെ എന്നും എല്ലാ കാലത്തും പ്രവർത്തിക്കണം, കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നൊരു ആഗ്രഹക്കാരനാണ് ഞാൻ എന്ന നിലപാടും സ്വീകരിച്ചിരുന്നു. അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇക്കാര്യത്തിൽ താങ്കളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ചോദിച്ചു. അത് വള്ളിക്കുന്നിലേക്കാണോ ചോദിച്ചത്? അത് സീറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കൂടെ വരാൻ പറ്റുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. സീറ്റ് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സഹയാത്രികനായി പോരുന്നോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് രാഷ്ട്രീയം പറയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പരസ്പരം ഞാൻ അവരെയും ക്ഷണിക്കാറുണ്ട് കോൺഗ്രസ്സിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിൽ മാത്രമാണ് അത് നടന്നത്. അല്ലാണ്ട് അപ്പുറത്തേക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു രീതിയിലുമുള്ള സംസാരം നടന്നിട്ടില്ല. പിന്നെ അത് എങ്ങനെ ഒരു വാർത്ത വന്നു എന്നുള്ളത് സത്യത്തിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. CPMന്റെ ഔദ്യോഗിക പോസ്റ്റിലിരിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളോ അങ്ങനെ ഒരു ഔദ്യോഗിക രീതിയിലുള്ളൊരു സംസാരം ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു വിഷയത്തിൽ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. പട്ടാമ്പിയിൽ സജീവമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി താങ്കൾ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ അവിടെ മത്സരിച്ചതാണ്. ഇത്തവണ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അങ്ങയുടെ പേര് സജീവമായിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തഴയപ്പെട്ടതിലുള്ളൊരു വിഷമം, അങ്ങനെ ഒരു വിഷമമുണ്ടോ? ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ 36-ാം വയസ്സിൽ നിയമസഭാ സീറ്റിൽ പരിഗണിക്കപ്പെട്ട ഒരാളാണ്. അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഞാനൊരു കൊണ്ടോട്ടിക്കാരനാണ്. കൊണ്ടോട്ടിയിൽ നിന്ന് ആദ്യമായിട്ടാണ് കോൺഗ്രസിന് വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു വ്യക്തി മത്സരിക്കുന്നത്. ആ ഭാഗ്യവാനാണ് ഞാൻ. പരാജയപ്പെട്ടെങ്കിലും ആ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ 36-ാമത്തെ വയസ്സിൽ അവസരം കിട്ടിയ ഒരാൾ എന്ന രീതിയിൽ ഞാൻ കിട്ടിയതിലേറെ സംതൃപ്തനാണ്. അതിൽ ഏറ്റവും വലിയ എനിക്ക് അഭിമാനമുള്ള ഒരാളുമാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് കിട്ടിയതാണ് കൂടുതൽ. ഞാൻ ഈ പാർട്ടിയുടെ ഏകദേശം KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി മുതൽ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, അങ്ങനെ ഇപ്പോൾ KPCC മെമ്പറാണ്. അപ്പോൾ പാർട്ടിയുടെ ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ പ്രായത്തിനിടയ്ക്ക് എനിക്ക് കിട്ടാവുന്ന പരമാവധി പാർട്ടി തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 90 പേരാണ് ഒരു അസംബ്ലി സീറ്റിൽ കേരളത്തിലെ അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുക കോൺഗ്രസിന് വേണ്ടി. അതിൽപ്പെട്ട ഒരാളായി 21-ൽ ഞാൻ മത്സരിച്ചു എന്നുള്ളത് അത് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണല്ലോ. അതിനേക്കാൾ പട്ടാമ്പിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ഏറ്റവും ഒടുവിൽ വന്ന് ചില നീക്കങ്ങളൊക്കെ നടത്തി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണെന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയുണ്ട്. അദ്ദേഹം അവിടെ സജീവമായി പൊതുരംഗത്തുള്ള ഒരാളാണ്. നേരത്തെ DCC സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാണ്. അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പാർട്ടിക്കൊരു ഒരു തീരുമാനവും പാർട്ടി ചില നിലപാട് സ്വീകരിക്കുമല്ലോ. അപ്പോൾ അത് പാർട്ടിയുടെ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. പാർട്ടി അദ്ദേഹത്തിൽ ചില പ്രത്യേക ജയസാധ്യതയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കാണും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ UDFന്റെ വിജയസാധ്യത എത്രയാണ്? അവിടെ പ്രഖ്യാപിച്ച UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടാവും? 100% UDF ജയിക്കും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും UDFന് വേണ്ടി പ്രചരണത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാർ അതിനൊരു അന്ത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും 140 മണ്ഡലങ്ങളിലും പോകും. ഇപ്പോൾ പ്രത്യേക ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഉൾപ്പെടെ വള്ളിക്കുന്നിൽ റിയാസ് മുക്കോളി എന്ന വാർത്ത ചില സമയങ്ങളെങ്കിലും കൊടുത്തതുകൊണ്ട്
ചില സമയത്തെങ്കിലും കുറച്ച് അധികം സമയം എനിക്ക് വള്ളിക്കുന്നിലും നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. 140 മണ്ഡലങ്ങളിലും എൻ്റെ പാർട്ടി പറയുന്നതനുസരിച്ച് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരം വാർത്തകൾക്ക് അടിയുറച്ച കോൺഗ്രസ്സുകാരനാണെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് മറുപടി അല്ലേ? തീർച്ചയായിട്ടും അടിയുറച്ച കോൺഗ്രസ് ആണ്. ഞാൻ കോൺഗ്രസ്സായി ജനിച്ചവനാണ്, കോൺഗ്രസ്സായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. കോൺഗ്രസ്സായി ജനിച്ച് കോൺഗ്രസ്സായി മരിക്കും അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ഇത്തരം വാർത്തകളെ പ്രചരണങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടും റിയാസ് മുക്കോളി തള്ളിക്കളയുകയാണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലം പ്രവർത്തിക്കാൻ തന്നെയാണ് താല്പര്യം. വള്ളിക്കുന്ന് കേന്ദ്രീകരിച്ച് ഇത്തരം പ്രചാരണം നടന്ന സാഹചര്യത്തിൽ അവിടെ സജീവമായിട്ട് പ്രചാരണ രംഗത്തുണ്ടാകും. പട്ടാമ്പിയിൽ ഉൾപ്പെടെ പ്രചാരണത്തിന് പോകുമെന്നുള്ളതാണ് റിയാസ് മുക്കോളി പറഞ്ഞു വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂപ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.